السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. صدق الله مولانا العظيم. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങൾ, പുണ്യമേറിയ ശഅബാൻ മാസത്തിൽ 28ാമത്തെ പകലിലാണ്, വെള്ളിയാഴ്ചയുടെ സുദിനത്തിൽ, ശഅബാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അള്ളാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ പള്ളിയിൽ ഒരുമിക്കാൻ നമുക്ക് ആയുസ്സും തൗഫീഖും ഉണ്ടെങ്കിൽ റമളാനിലെ, വിശുദ്ധമായ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ റമളാൻ മാസം വിശ്വാസികളിലേക്ക് വന്നണയുകയും ഇൻഷാ അല്ലാഹ് നാളെ പകൽ സമയം ശഅബാൻ 29 നാളെ മഗ്രിബോടുകൂടി റമളാനിന്റെ പൊന്നമ്പിളി മാനത്ത് ദർശിക്കുന്നുവെങ്കിൽ റമളാൻ നമ്മിലേക്ക് വന്നണയും. അതല്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തീകരിച്ച് അതിൻ്റെ അടുത്ത ദിവസം റമളാൻ നമ്മിലേക്ക് വന്നണയും. വിശുദ്ധ റമളാൻ മാസം നമ്മിലേക്ക് വന്നണയുമ്പോൾ വിശ്വാസത്തിന്റെ വെളിച്ചമുള്ള ആളുകളൊക്കെ നേരത്തെ അതിലേക്ക് ഒരുങ്ങുമെന്ന് 6 മാസം മുമ്പ് തന്നെ റമളാനിലേക്കുള്ള ഒരുക്കങ്ങൾ നന്മയുടെ ആളുകൾ ക്രമീകരിക്കും. അവർ നിരന്തരമായി ദുആ ചെയ്യുകയും ജീവിതം റമളാൻ അനുകൂലമാകാൻ വേണ്ടി സംശുദ്ധമാക്കുകയും ചെയ്യും. അവർ റമളാൻ കഴിഞ്ഞാലും 6 മാസം റമളാനിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി അവർ ദുആ ചെയ്യുമെന്ന്. എന്നാൽ ഈ ഒരു കാലയളവിൽ നമ്മൾ ആലോചിക്കേണ്ടത്, പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് വന്നണയുമ്പോൾ ഈമാനിക വെളിച്ചത്തോടുകൂടി, തഖ്വയുടെ ജീവിതക്രമത്തോടുകൂടി റമളാനിനെ സ്വീകരിക്കാനുള്ള വെമ്പൽ കൊള്ളുന്ന മനസ്സുമായിട്ടായിരിക്കണം ഓരോ സെക്കൻഡുകളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോഴാണ് റമളാൻ അനുകൂലമാകുന്നത്. വിശുദ്ധ ഖുർആനിൽ റമളാനിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് സൂറത്തുൽ ബഖറയിൽ 185ാമത്തെ വചനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, ശഹ്റു റമളാൻ, റമളാൻ മാസം എന്ന് പറഞ്ഞാൽ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ അവതീർണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് പരിശുദ്ധ റമളാൻ. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ആ വിശുദ്ധ ഖുർആനാണ് മാനവ സമൂഹത്തിന്റെ മാർഗദർശനത്തിന് നിദാനമായിട്ടുള്ളത്. സത്യവും അസത്യവും വേർതിരിക്കുന്ന അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫമൻ ശഹിദ മിൻകും അശ്ശഹറ ഫല്യസും, ആ മാസത്തിൽ ആരെങ്കിലും സാക്ഷിയാകുന്നുവെങ്കിൽ അവർ നോമ്പെടുക്കട്ടെ എന്ന്. വിശുദ്ധ ഖുർആനിന്റെ അവതീർണം കൊണ്ട് അനുഗ്രഹീതമാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് ആ മാസത്തിൽ ഏറ്റവും പ്രത്യേകമായ ഇബാദത്ത് നോമ്പിനെ കുറിച്ചും പരാമർശിച്ചിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ ആഹ്വാനം നൽകുന്നുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും റമളാനിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് ശഅബാനിന്റെ അവസാനത്തിൽ അർത്ഥഗർഭമായ സന്ദേശം നൽകിയിരുന്നു. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ എന്ന് വിളിച്ച്, ഖദ് അളല്ലകും ശഹ്റുൻ അലീമുൻ മുബാറക്, തീർച്ചയായും നിങ്ങളിലേക്ക് ഇതാ ഉന്നതമായ ബറക്കത്താക്കപ്പെട്ട ഒരു മാസം കടന്നു വരുന്നു. ആ മാസത്തെ പരിചയപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങളൊക്കെ ആ പ്രഭാഷണത്തിൽ മുത്തുനബി പറയുന്നുണ്ട്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ വിശാലമായതിലേക്ക് കടന്നു പോകുന്നില്ല. അതിൽ ഒന്നാമതായി പറയുന്നത്
ആ മാസം എന്ന് പറയുന്നത് ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒറ്റ രാത്രിയുള്ള അനുഗ്രഹീത മാസമാണ്. അതുകൊണ്ട് ശരിക്കും ഒരുങ്ങണേ എന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിക്കുന്നു. ബഹുമാനികളെ, ഈ ഒരു കാലയളവിൽ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വന്നണയുമ്പോൾ ഈ സമുദായം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, പുതുതലമുറ മതത്തോട് താല്പര്യമില്ലാത്തവരാകുന്നു എന്നുള്ളതാണ്. ഈ റമദാനിൽ ശരിക്കും അതിനു വേണ്ടിയുള്ള പദ്ധതികളും പരിപാടികളും ഉണ്ടായി പുതുതലമുറയെ മതത്തോട് അടുപ്പിക്കാൻ നമുക്ക് സാധിക്കണം. എന്താണ് ഇതിന് കാരണം? ഒന്നാമതായി, മതവിരുദ്ധ ശക്തികൾ നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പുതുതലമുറയെ മതത്തിൽ നിന്ന് അകറ്റാൻ. പരിശുദ്ധ ഇസ്ലാമിനെ അവർ ചെറുപണം നടത്തി ഇസ്ലാമിന്റെ ആചാരങ്ങളെയും സംസ്കാരങ്ങളെയും ചിഹ്നങ്ങളെയും സമൂഹത്തിൽ വികൃതമായി അവതരിപ്പിച്ചുകൊണ്ട് മതവിരുദ്ധ ശക്തികൾ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പുതിയ ചാനലുകളും പുതിയ മീഡിയകളുമൊക്കെ അതിനുവേണ്ടി കോപ്പ് കൂട്ടുന്നു. ഇവിടെ ഓരോ രക്ഷിതാക്കളും അപകട ഭീഷണിയിൽ. അതുപോലെ പുതുതലമുറ മതത്തിൽ നിന്ന് അകലാൻ കാരണം മയക്കുമരുന്ന് ലോബികൾ അതിശക്തമായി അവരുടെ മാഫിയ പ്രവർത്തനങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കെണിയിൽ അറിയാതെ വീഴുന്ന നമ്മുടെ മക്കൾ, പിന്നീട് അതിൽ നിന്ന് കരകയറാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ മക്കൾ, ഈ പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ, റമദാൻ എന്ന് പറയുന്നത് ഈമാനികമായ ആവേശവും വെളിച്ചവും വർദ്ധിപ്പിക്കാൻ ഏതൊരാൾക്കും അവസരം നൽകുന്ന മാസം. പുതുതലമുറയെ പരിശുദ്ധ റമദാനിൽ പള്ളിയുമായി ബന്ധിപ്പിക്കുവാനുള്ള വലിയ പരിശ്രമം നമ്മിൽ ഉണ്ടാകണം. പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭവനമാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അള്ളാഹുവിന് ഓരോ നാടുകളിലും ഏറ്റവും ഇഷ്ടമുള്ളത് അവന്റെ പള്ളികളാണ്. ആ പള്ളികളോട് ബന്ധമുള്ള ഹൃദയത്തിന്റെ ഉടമകൾ ഈമാനികമായ വെളിച്ചമുള്ളവരായിരിക്കും. അതാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ റഅയ്തുമുർ റജുല യഅതാദുൽ മസാജിദ്, ഒരാളെപ്പോഴും പള്ളിയിലുള്ളവരായി, പള്ളിയുള്ള ഒരു മനുഷ്യനായി നിങ്ങൾ അവനെ കാണുന്നുവെങ്കിൽ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, അവന് ഈമാനുണ്ട് എന്ന് നിങ്ങൾ സാക്ഷി നിൽക്കണമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പള്ളിയുമായി ബന്ധപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ പുതുതലമുറക്ക് ഹിദായത്ത് ഉണ്ടാകുവാനും അത് നിലനിൽക്കുവാനും റമദാനിന്റെ ഓരോ സന്ദർഭങ്ങളിലും ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കേരളത്തിന്റെ ഭൂമിക ഇന്ന് ഒരുപാട് അപകടങ്ങളിലൂടെ, ഒരുപാട് ക്രിമിനൽ കേസുകളിലൂടെ നിങ്ങൾ കണ്ടില്ലേ? സ്വന്തം മാതാവിനെ പോലും, ക്യാൻസർ രോഗിയായ മാതാവിനെ പോലും ക്രൂരമായി കൊലപ്പെടുത്താൻ ഇളം പ്രായത്തിലുള്ള മക്കൾ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? പ്രായമേറിയ തന്റെ പിതാവിന്റെ മാതാവിന്റെ അരികിൽ ചെന്ന് ആയുധങ്ങളെ കൊണ്ട് പ്രിയപ്പെട്ടവരെ അവരെ കൊലപ്പെടുത്താൻ മുന്നോട്ട് വരുമ്പോ ആ രക്തം കാണുമ്പോ തളർന്നു വീഴേണ്ട, ആ ഒരു രക്തബന്ധത്തിന്റെ കാഠിന്യം ഉണ്ടാകേണ്ട മക്കൾ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഓരോ ഗ്രാമങ്ങളും ഇങ്ങനെ അപകട ഭീഷണിയിലാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോ ഈ പുതുതലമുറയിൽ ഈമാനികമായ വെളിച്ചം നൽകുവാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയുണ്ടോ, മതവിരുദ്ധ ശക്തികളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഏതൊക്കെയുണ്ടോ, മയക്കുമരുന്ന് ലോബികളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാനുള്ള വഴികൾ ഏതൊക്കെയുണ്ടോ, അതേക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കേണ്ടത് ഈ സൊസൈറ്റിയിലെ അംഗങ്ങളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതകളാണ്. ഈ തലമുറ ഇങ്ങനെ നശിക്കുമ്പോൾ കൈകെട്ടി നോക്കി നിന്നാൽ പ്രിയപ്പെട്ടവർ, അതിന്റെ വലിയ ഉത്തരവാദിത്വം നമ്മിൽ കൂടിയുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. അതല്ലെങ്കിൽ നമ്മുടെ മക്കളാൽ നമുക്കും ഇങ്ങനെയുള്ള അപകടങ്ങൾക്കിരയായി വേദനിക്കുന്ന നരകയാതനയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ടായിരിക്കും. അള്ളാഹു നമ്മുടെ തലമുറയെയും നമ്മുടെ നാടുകളെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘമായി സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയും, പരിശുദ്ധ റമദാൻ അത് കാരുണ്യത്തിൻ്റെതാണ്. ആ കാരുണ്യം മാവോളം നേടിയെടുക്കുവാനുള്ള വഴികൾ ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയെ കുറിച്ച് മുത്തുനബി പറയുന്നുണ്ട്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിന്റെ ആദ്യത്തെ രാത്രി വന്നു കഴിഞ്ഞാൽ നളറല്ലാഹു ഇലാ ഉമ്മത്തി, എന്റെ സമുദായങ്ങളിലേക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കും. ആ നോട്ടം ലഭിച്ചവൻ ആരോ അവർക്ക് പിന്നെ ശിക്ഷയുണ്ടാവുകയില്ല എന്ന്. അതിനെന്ത് വേണം? നല്ല ഈമാനിക വെളിച്ചം നേടിയവരായി,
തഖ്വയുടെ ജീവിതക്രമം ഒരുക്കിയവരായി റമദാനിനെ സ്വീകരിക്കാൻ വെമ്പിൽ കൊള്ളുന്ന മനസ്സുമായി റമദാനിലേക്ക് ഒന്നാമത്തെ രാത്രിയിൽ എത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമദാൻ പാപങ്ങളൊക്കെ എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും ആ തെറ്റുകളൊക്കെ കഴുകി കളയുവാനുള്ള അസുലഭ നിമിഷങ്ങൾ നൽകുന്നതാണ് റമദാൻ. ശരിക്കും ഒന്നൊരുങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നോമ്പിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ, തറാവീഹിന്റെ പരിശുദ്ധി ഉൾക്കൊണ്ട് ഒരു ദിവസവും നഷ്ടപ്പെടുത്താതിരിക്കാൻ, അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ഒരു ഖത്മെങ്കിലും ഈ റമദാനിൽ ഓതി തീർക്കാൻ, അതുപോലെ റമദാനിൽ വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ നിന്ന് കൂടുതൽ വെളിച്ചം ഉൾക്കൊള്ളാൻ, റമദാനിലെ നോമ്പ് തുറയുടെ മഹത്വം മനസ്സിലാക്കി ആ വഴിയിലേക്ക് മുന്നോട്ട് പോകാൻ, റമദാനിൽ പാവങ്ങളെ സഹായിക്കാൻ, ഇഅ്തികാഫിരിക്കാൻ, ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇതേക്കുറിച്ച് വിശദമായി അഹ്ലൻ റമദാൻ എന്ന പേരിൽ പതിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഇന്ന് മഗ്രിബിന് ശേഷം സുഹറ ഓഡിറ്റോറിയത്തിൽ വെച്ച് റമദാൻ മുന്നൊരുക്ക ഉത്ബോധന സദസ്സും റമദാൻ ക്യാമ്പയിൻ പ്രഖ്യാപനം എന്ന പരിപാടി ഇന്ന് മഗ്രിബിന് ശേഷം സുഹറ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. വിശ്വാസികളായ നല്ലവരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളും ആ ഒരു പരിപാടിയിൽ സാന്നിധ്യമുണ്ടായിരിക്കണം. റമദാനിലേക്ക് മുന്നൊരുങ്ങുന്ന, റമദാനിലേക്ക് വലിയ ഒരുക്കങ്ങൾ ഉണ്ടാകുന്ന ആ വലിയ സദസ്സിൽ കണ്ണികളായാൽ റമദാൻ അനുകൂലമായി സാക്ഷി നിന്നേക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുള്ളത്, നോമ്പ് തുറപ്പിക്കുന്നതിന്റെ പുണ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എല്ലാ പള്ളികളിലും നോമ്പ് തുറപ്പിക്കൽ വളരെ ഭംഗിയായി നടക്കുന്നു. നമ്മുടെ ഈ ജുമാഅത്ത് പള്ളിയിലും സെൻട്രൽ പള്ളിയിലും രണ്ടും ഒരുമിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ നോമ്പ് തുറക്കാൻ വരുന്ന ജുമാഅത്ത് പള്ളിയും സെൻട്രൽ പള്ളിയും, അതിലേക്ക് നോമ്പ് തുറപ്പിക്കാൻ നിങ്ങൾ ഏറ്റെടുക്കുകയും കമ്മിറ്റി ഭാരവാഹികളുമായി സംസാരിച്ചുകൊണ്ട് ഓരോ ദിവസവും ഏറ്റെടുക്കാൻ, ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് എന്ന് അന്വേഷിച്ച് വളരെ വേഗതയിൽ തന്നെ അതിൽ പങ്കാളികളാകാൻ ഇപ്പോൾ തന്നെ പേര് കൊടുത്ത് ഒരുങ്ങണമെന്ന് ഈ റമദാനിന്റെ തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ച നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവേ, അങ്ങനെ നോമ്പ് തുറപ്പിക്കാനും, നോമ്പ് തുറപ്പിച്ചാൽ നോമ്പുകാർക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം, ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ നോമ്പ് തുറക്കാൻ വരുമ്പോൾ അവരൊക്കെ നോമ്പെടുത്തതിന്റെ കൂലി കിട്ടാൻ കാരണമാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അതുപോലെ തന്നെ നമ്മുടെ പതിത്തടത്ത് സഹചാരി റിലീഫ് സെന്ററിന്റെ 1ാം വാർഷികം ഇൻഷാ അല്ലാഹ് ഈ റമദാനിലെ ആദ്യത്തെ ബുധനും വേഴവും രാവിലെ 9:30 സുഹറ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയും റമദാൻ പ്രഭാഷണവും അതുപോലെ തന്നെ ദുആ സദസ്സും ഒക്കെ സയ്യിദ് ഓയം മസ്തങ്ങൾ വരുന്നുണ്ട് ആ പരിപാടിയിൽ, ദുആ സമ്മേളനത്തിൽ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിൽ അവിടെ റമദാൻ പ്രഭാഷണം നടക്കുന്നുണ്ട്. അതിന്റെ നോട്ടീസൊക്കെ പുറത്ത് നിങ്ങൾക്ക് ലഭിക്കും. ഈ വരുന്ന ബുധനും വേഴവും റമദാനിലെ ആദ്യ സന്ദർഭത്തിലാണ് അതുള്ളത്. എല്ലാ സഹോദരങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള സഹോദരിമാരും അതിൽ പങ്കെടുത്ത് പുണ്യം നേടണമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന റമദാൻ പ്രോഗ്രാമുകളൊക്കെ ഇന്ന് മഗ്രിബിന് ശേഷം പ്രഖ്യാപിക്കും. അതൊക്കെ ഏറ്റെടുത്ത് വിജയിപ്പിക്കുകയും അതിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി അറിയിക്കുകയും, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ, അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകട്ടെ. മെയ്ത് നിസ്കാരം നിർവഹിക്കാനുണ്ട്. CH അബ്ദുറഹ്മാൻ മുസ്ലിയർ വറ്റലൂർ, ഹാഫിദ് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ, നസ്രുദ്ദീൻ അൻവരി മീനാർകുഴി, മാനുത്തങ്ങൾ അരീക്കോട്, അബ്ദുൽ ഖാദർ പൊന്നാട്, മിഷാൽ കേച്ചേരി, മുഹമ്മദ് ഹാജി പാരിപ്പറമ്പൻ, ഹിഷാം തലക്കടത്തൂർ, അബൂബക്കർ ഹാജി, റുഖിയ ചേലക്കര, KT അബ്ദുറഹ്മാൻ മുസ്ലിയർ കൂമണ്ണ, ഖദീജ ചരക്കുപറമ്പിൽ, മുസ്തഫ ഇയാൽ തെങ്ങിൽ, മുഹമ്മദ് നിയാസ് പൊന്നാനി, അബ്ദുൽ കരീം ഹാജി കണ്ണൂർ, മുഹമ്മദ് കുട്ടി പാലക്കൽ, പാച്ചത്ത് ഫാത്തിമ, കുഞ്ഞനു ചേകനൂർ, ഇങ്ങനെ 19 പേരുടെ പേരിൽ മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുവാനുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പേര് വായിക്കപ്പെട്ടവരും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുമായ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ റബ്ബേ. ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റുമുള്ള ഖബറാളികൾക്ക് മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ. പരിശുദ്ധ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ അല്ലാഹ്. റമദാൻ ധന്യമാക്കാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുക്കണമേ റഹ്മാനെ. മക്കൾക്കൊക്കെ SSLCയും മറ്റുമായി പരീക്ഷകൾ അല്ലാഹുവേ തുടങ്ങാനിരിക്കുന്നു. അല്ലാഹ് പരീക്ഷകളൊക്കെ എളുപ്പമാക്കി ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവർക്കും പരീക്ഷയിൽ ഉന്നത വിജയം നൽകണമേ റബ്ബേ. ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ.
ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളെ തലമുറയെയും അപകടത്തിൽ നിന്ന്, അരുതായ്മകളിൽ നിന്ന്, അള്ളാഹുവേ അധർമ്മങ്ങളിൽ നിന്ന്, നീ ഇഷ്ടപ്പെടാത്ത മാർഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി വിജയത്തിന്റെ സംശുദ്ധമായ ജീവിത മാർഗം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. എല്ലാവരും പരസ്പരം ദുആയിൽ ഓർക്കണം, ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. സഫുകൾ ഇപ്പോൾ തന്നെ ക്രമീകരിച്ച് സമമാക്കിയിരിക്കുക. അതുപോലെ സംസാരമൊക്കെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് മുകളിലുള്ള കുട്ടികളോട് പറയാനുള്ളത്, സംസാരം നിയന്ത്രിക്കുകയും ഒഴിവാക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജുമാ സ്വഹീഹാവുകയില്ല. അതുപോലെ നമ്മൾ ജുമാ കഴിഞ്ഞിട്ട് പള്ളിയുടെ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ ബഹളമാണ് കേൾക്കാറുള്ളത്. അത് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പള്ളിയുടെ മുറ്റത്തെത്തിയിട്ട് ബഹളം തുടങ്ങിയാൽ മതി. അതല്ലെങ്കിൽ പള്ളിയോട് അനാദരവ് കാണിച്ചാൽ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകും. അത് മുകളിലുള്ള ഉസ്താദുമാരോ മറ്റോ കമ്മിറ്റി ഭാരവാഹികളോ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോഴും നല്ല സംസാരം മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പറയാനല്ലേ പറ്റൂ, അവിടെ പോയി നോക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധയിലുണർത്തുകയാണ്. വളരെ നിശബ്ദമായി എന്താ ചെയ്യല്? അവിടേക്ക് ബോക്സ് ഒന്നും വർക്ക് ചെയ്യണില്ലേ? കേൾക്കുന്നുണ്ടാവില്ല. ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കണം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. معاشر المسلمين رحمكم الله، الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. قال الله تعالى في القرآن المجيد: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. فقال رسول الله صلى الله عليه وسلم إذا قلت يوم الجمعة والإمام يخطب فقد لغوا. استمعوا يغفر الله لنا ولكم ولجميع المسلمين المؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. اللهم صل على رسولك سيدنا محمد. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة.
حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله الحمد لله الحمد لله خالق الأنام ورازق الهوام وقاسم الأقسام وحاكم الحكام وشارع الأحكام وعاجل النور والظلام أحمده على ما أنعم به علينا من النعم التؤام وأشكره على ما أجمل إلينا من القسم العوام وأشهد أن لا إله إلا الله وحده لا شريك له ذو الجلال والإكرام والنوال والإنعام والمواهب العلام والنعم الجسام وأشهد أن محمدًا عبده المقدام ورسوله القمقام ونبيه الإمام وصفيه الهمام صلى الله على سيدنا محمد وعلى آله البررة الكرام أفضل التحية والسلام أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فإنها جالبة الاغتنام ونافية الاهتمام معاشر المسلمين رحمكم الله قد أظلكم شهر رمضان مع خيره الكامل التام وأقبل نحوكم بفضله العام مطهرا لأيامكم من دنس الآثام ومقصرا لأجسامكم من وسخ الأجرام وإنه لمن أفضل الشهور في الأعوام وهو شهر التصون والصيام وشهر التهجد والقيام وشهر البر والإنعام وشهر الصدقة والإطعام وفضائله أكثر من أن تحاط بالتمام أو تدخل تحت النثر والنظام فتلقوه بالإكبار والإعلام وألقوه بنظر الإجلال والإكرام فإنه قادم قديم الهرة والذمام وارد كريم المولد والإلمام جعلنا الله وإياكم من الصوام والقوام ونبهنا وإياكم من نومة النوام إن أحسن قصص الأنام وأرسن ما جرت به الأقلام كلام الله الملك العلام أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم
وعصمنا وإياكم برحمته من الشيطان الرجيم. إني آمركم وإياي بما أمركم الله من حسن طاعته فأطيعوه، وأنهاكم وإياي أما نهاكم الله منكم به معصيته فلا تعصوه، وأرجو لي ولكم ما عند الله من ثوابه فاسألوه، وأستغفر الله لي ولكم وأستغفيه أني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. الحمد لله، الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن محمدا عبده ورسوله أشرف مولود. صلى الله على سيدنا محمد وعلى آله ما سبح ملك في سجود. أيها الناس اتقوا الله حق تقاته وبادروا إلى أداء مفترضاته، واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه، وأيه بالمؤمنين من بريته. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد الذي سبح في يده الحصى ونبع من بين أصابعه الماء. اللهم ارض عن أشرف خلفائه الراشدين وأفضل أمرائه المرشدين، وهو الإمام الشفيق أمير المؤمنين أبو بكر الصديق. اللهم ارض عن الإمام المعظم في الأصحاب أمير المؤمنين عمر بن الخطاب. اللهم ارض عن سيد الأختان أمير المؤمنين عثمان بن عفان. اللهم ارض عن مظهر العجائب أمير المؤمنين علي بن أبي طالب. اللهم ارض عن عمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات وقاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمرهم يا قهار وأهلكهم يا جبار. اللهم انصرنا على القوم الكافرين. اللهم انصرنا على القوم المنافقين. اللهم انصرنا على القوم الظالمين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في فلسطين. اللهم بلغنا رمضان ووفقنا فيه
الصيام والقيام وتلاوة القرآن. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشوي خلقنا بالنار ولا تجعلنا من هطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يقول اللهم صل على رسولك سيدنا محمد. الله أكبر الله أكبر، أشهد أن لا إله إلا الله، أشهد أن محمد رسول الله. هيا على الصلاة هيا على الفلاح، قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر، لا إله إلا الله. صفوفكم رحمكم الله. صفകൾ സനമാക്കി ശരിയാക്കി നിൽക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അക്ബർ. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا. قد أفلح من تزكى وذكر اسم ربه فصلى. بل تؤثرون الحياة الدنيا والآخرة خير وأبقى. إن هذا لفي الصحف الأولى صحف إبراهيم وموسى. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم الله أكبر سمع الله لمن حمده الله أكبر الله أكبر الله أكبر الله أكبر السلام عليكم ورحمة الله السلام عليكم ورحمة الله استغفر الله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من آجالنا توفنا مسلمين وألحقنا بالصالحين اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا في طاعتك ومرضاتك طويلا اللهم أهينا على الكتاب والسنة وأمتنا مع الإيمان والتوبة في ليلة الجمعة أو في نهارها يا رب العالمين اللهم اكتب لكل واحد منا براءة من النار وأمانا من العذاب وخلاصا من الحساب وجوازا على الصراط ونصيبا من الجنة والفوز بالجنة والنجاة من النار اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم افتح لنا أبواب الرحمة والبركة والنعمة والهداية والسلامة والسكينة والأمن والسرور يا ذا الجلال والإكرام اللهم ارزقنا حج بيتك الحرم وزيارة قبر نبيك محمد صلى الله عليه وسلم قبل موتنا مع الصحة والعافية والسلامة يا ذا الجلال والإكرام اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولمن أوصانا بالدعاء ولجميع المؤمنين والمؤمنات وقنا ربنا شر ما قضيت اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته
وارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تهرمنا رؤيته وأوردنا حوله المورود واحشرنا غدا تحت ظل لوائه المعقود. اللهم وإلى حضرات أهل الخير كلهم أجمعين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا وأد ديوننا واقض هوائجنا واشف أمراضنا وادفع بلياتنا يا رب العالمين. اللهم وإلى حضرات أرواح من ماتوا منا كلهم أجمعين خصوصا منهم إلى حضرات من دفنوا حول هذا المسجد. اللهم اجعل قبورنا وقبورهم روضة من رياض الجنان ولا تجعل قبورنا وقبورهم حفرة من حفر النيران. اللهم اجمع بيننا وبينهم في دار جناتك النعيم. اللهم بلغ منا إلى روحهم وقبرهم تهية وسلاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.